ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പാൽപ്പിടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പശുമ്പാലിലാണ് ഞാൻ ഈ പിടി ഇവിടെ ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, ആ പൊടി എടുത്താൽ മതി. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ തരം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ വെച്ച് കുഴച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി വേവിക്കാൻ വെക്കണം. ഒരു 6-7 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള പാൽ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നിന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പാലും പഞ്ചസാരയും അരിപ്പൊടിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാനൊരു 6 ഏലക്ക എടുക്കുന്നുണ്ട്. ഏലക്ക നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ അരി മാത്രം എടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം വേണം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളിത് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയുണ്ടകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലും അരിയുണ്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് പാല് വറ്റിക്കാൻ നിൽക്കേണ്ട, കാരണം കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് പാൽ ഒന്നുകൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് ഒരുപാട് ഇത് വറ്റിക്കാൻ നിൽക്കേണ്ട. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.